ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ചൂട് ചായയുടെ കൂടെ ക്രിസ്പി ആയിട്ടുള്ള ക്യാബേജ് കൊണ്ടുള്ള പക്കാവട കഴിക്കാൻ നല്ല രസമാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യമായി ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഞാനൊരു 300 ഗ്രാം ക്യാബേജാണ് എടുത്തിരിക്കുന്നത്. ക്യാബേജ് വൃത്തിയായിട്ട് കഴുകി കഴിഞ്ഞിട്ട് ചെറിയ പീസസായിട്ട് കുനുകുനാന്ന് നമുക്ക് അരിഞ്ഞെടുക്കണം. അരിഞ്ഞു കഴിഞ്ഞിട്ട് കഴുകരുത്. അരിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കഴുകി വെക്കണം, അല്ലെങ്കിൽ വെള്ളം കൂടുതലായി പോകും. അപ്പോൾ നമ്മൾ ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 കപ്പ് ക്യാബേജ് ഉണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ അല്ല 2 ടീസ്പൂൺ വരെ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ ഉപ്പുപൊടി, 3 ടേബിൾ സ്പൂൺ കടലമാവ്. ഇത്രയും ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് ഞെരടി യോജിപ്പിക്കണം. ഒട്ടും തന്നെ നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് നമ്മളൊരു 5 മിനിറ്റ് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ക്യാബേജിൻ്റെ ആ വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ടത് മിക്സായി വരും. അപ്പം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ കയ്യിലൊരു ഇച്ചിരി എണ്ണമയം പുരട്ടി ഒന്നുകൂടെ കുഴച്ച് ഞാനെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് നേരം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് മാവൊക്കെ ഒന്ന് നനഞ്ഞ് വന്നിട്ടുണ്ട്. വടയുടെ പരുവമായിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വറക്കുന്നതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഇത് വറുത്തെടുക്കുന്നതിനാവശ്യമായ എണ്ണ, ഒരു 1/2 കപ്പ് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് പച്ചമുളക്, ഒരു 4-5 പച്ചമുളക് ചെറുതായി ഒന്ന് വരഞ്ഞ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഓരോ വടയായിട്ട് ഇടാം. കനം കുറച്ച് പരത്തിയിട്ട് വേണം ഇടാൻ. അതുപോലെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് വറുക്കാനായിട്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ കറിവേപ്പിലയും പച്ചമുളകും ഇങ്ങനെ എണ്ണയിൽ കിടന്ന് മൂത്ത് അതിൻ്റെ കൂടെ ഈ വട ഇങ്ങനെ ഇട്ട് മൂക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി ഇറങ്ങി നല്ല ഒരു സ്വാദാണ് വടയ്ക്ക്. അപ്പോൾ ഒരുവിധം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ചൂടൊട്ടും കൂട്ടി വെക്കരുത്. അപ്പം പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞിട്ട് അകം വേകാതെ ഇരിക്കും. അപ്പോൾ അകവും പുറവും ഒരുപോലെ മൊരിച്ച് എടുക്കണം. അപ്പോൾ ആദ്യത്തെ ഇട്ടത് നമ്മൾ കോരി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ വീണ്ടും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറേശ്ശെ വീതമായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ 4 മണി കാപ്പിക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും